ഈ കാണുന്നത് ബീഫ് കറി അല്ല കേട്ടോ, സോയ ചങ്ക്സും ഉരുളക്കിഴങ്ങും വെച്ച അടിപൊളി ഒരു കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വേറെ ഒരു പാത്രത്തിലോട്ട് ശകലം എണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് 4-5 സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ശകലം ഉപ്പൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ വഴറ്റിയെടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, അതുപോലെ നല്ല ജീരകപ്പൊടി ഇത്രയും ഇട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിലോട്ട് തക്കാളി 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് 2 വിസിൽ വരുത്തിച്ചെടുക്കുക. സോയ ചങ്ക്സ് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലോട്ട് ശകലം എണ്ണ ഒഴിച്ച് കൊടുത്ത് ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് അതിനൊന്ന് ഇളക്കി എടുത്തിട്ട് ഇതുപോലെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. റെഡിയായ മസാലയിലേക്ക് സോയ ചങ്ക്സും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്ത് ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ശകലം ഗരം മസാലയും കസ്തൂരി മെത്തിയും ചാറ്റ് മസാല ഇട്ട് കൊടുത്ത് 2 വിസിലോടെ വരുത്തിച്ചെടുക്കുക. കറി റെഡി ആയിട്ടുണ്ട്. ഫുൾ വീഡിയോ താഴെ കൊടുത്തിരിക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അതൊന്ന് കാണണേ, നല്ല ടേസ്റ്റാണേ.